ഒരു തട്ടിക്കൂട്ട് എണ്ണ കാച്ചാന്ന് വിചാരിച്ചേട്ടോ. തലയിൽ നല്ല താരനുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു എണ്ണ കാച്ചണതാണ് കേട്ടോ. തട്ടിക്കൂട്ട് എണ്ണ കാച്ചണമെന്ന് പറയാം. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാമേ. ചെറിയ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലിതാ നമ്മുടെ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് എടുക്കണുള്ളൂ എണ്ണ. ഇത് 1 ലിറ്റർ എണ്ണയുണ്ട്. ഒരു കുറച്ചൊരു 200-300 ഗ്രാം അതിനകത്ത് എടുക്കണുള്ളൂ കേട്ടോ. എണ്ണ കുറച്ച് മതി എനിക്ക്. അപ്പോൾ എണ്ണ ഇങ്ങനെ ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല കുമ്പളായിട്ട് ചൂടായി വരണം. ചൂടായി വന്ന എണ്ണയിൽ ഇതാ കുറച്ച് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കണേ. ഉലുവ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഈ എണ്ണ കാച്ചൽ എന്ന് പറഞ്ഞാൽ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഈ സാധാരണ ഈ എണ്ണയിൽ നിറയെ ഇങ്ങനെ അരച്ച് കലക്കിയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ മരുന്നൊക്കെ, കൈതോന്നി, മുക്കുറ്റി, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, പൂവാങ്കുരുന്ന്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചിട്ടൊക്കെയാണ് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഇത് അരയ്ക്കാതെ സാധാരണ ഒരു തട്ടിക്കൂട്ട് രീതിയിലുള്ള ഒരു എണ്ണ കാച്ചിയെടുക്കാം കേട്ടോ. അപ്പം ചെറുതായിട്ടൊന്ന് ചുമന്ന് നിന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് സ്പൂണിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം കണ്ടോ ചുമന്ന് പറഞ്ഞാൽ. ഇനി ഇതാ നമുക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാമേ. ഞാൻ ഒരു കുഞ്ഞുള്ളിയും നമ്മുടെ വീട്ടിലുള്ള തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. 2 കുഞ്ഞുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളതാ നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ എത്ര കിട്ടിയാലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 4 ചെമ്പരത്തിപ്പൂവാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതൊന്ന് ഇതായി വരട്ടെ. നല്ല രീതിയിലൊന്ന് ചുമക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിനെ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തോണ്ട് വരാം. അപ്പോൾ ചെമ്പരത്തിപ്പൂവിനെ ഇതേപോലെ കുഞ്ഞു പീസാക്കി വെച്ചിട്ടുണ്ട്. അതിനിങ്ങനെ തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ചുമന്ന് ഈ നമ്മൾ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നല്ല ബ്രൗൺ കളറിലായി വരും കേട്ടോ. നന്നായിട്ട് ചുമന്ന് അപ്പോഴും നമുക്ക് ഇതിനെ അണച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കടുക് വറുക്കുന്ന ഒരു ലാഘവേ ഉള്ളൂ കേട്ടോ. അപ്പം വേറെ മറ്റേ എണ്ണയൊക്കെ കാച്ചിന പോലെ ഒന്ന് അരച്ച് കലക്കിയൊന്നും ഒഴിക്കണ്ട. അല്ലാതെ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് നമുക്ക് എണ്ണ കാച്ചിയെടുക്കാൻ കേട്ടോ. ഇതും നല്ലതാണ് കേട്ടോ തലയിൽ തേക്കാനായിട്ട്. തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ മാറും കേട്ടോ. എൻ്റെ തലയിൽ നിറച്ച് താരനാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ കടയിൽ നിന്ന് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന നമ്മുടെ എണ്ണയുണ്ടല്ലോ, മുടിയൊക്കെ വളരുമെന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന ആയുർവേദ എണ്ണകളൊക്കെ അധികമൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ അത് തേക്കുന്ന സമയത്ത് തലയിലുള്ള മുടി മൊത്തത്തിൽ അങ്ങ് കൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മില്ലിലാട്ടിയ വെളിച്ചെണ്ണേനെ മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് കെമിക്കലുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ മില്ലിലാട്ടിയ വെളിച്ചെണ്ണേനെ എടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ ഈ കടുക് ഇറക്കുന്ന ഒരു ലാഘവേ ഉള്ളൂ കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ചുമക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സമയം കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ഇതുപോലെ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇട്ട് കൊടുത്ത സംഭവങ്ങളൊക്കെ അതാ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട്. ഉള്ളിയൊക്കെ ചുമന്നു, ചെമ്പരത്തി പൂവൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുമന്ന് വരണം. നല്ല രീതിയിലൊന്ന് ഇങ്ങനെ എന്താ പറയുക മൂത്ത് വരണം. അപ്പോഴേ നമ്മളെ എണ്ണ അതിനുള്ള പാകമാവുള്ളൂ കേട്ടോ. എണ്ണ കളർ മാറി വരണം. വലിയ രീതിയിൽ കളർ മാറൂല, എന്നാൽ പോലും കളറൊന്ന് ചെറിയ രീതിയിൽ മാറി വരും കേട്ടോ. ഇത് കണ്ട നല്ല രീതിയിലൊന്ന് ചുമക്കട്ടെ. ഇതൊക്കെ ഒന്ന് ഈ കുറച്ചാണ് വെച്ച് കൊടുക്കാനായിട്ട്. നല്ല രീതിയിൽ ചുമക്കുന്ന സമയത്ത് നന്നായിട്ട് അതിങ്ങനെ ബ്രൗൺ കളറാവും കേട്ടോ. അപ്പോൾ നമുക്ക് തീ അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നല്ല കറുത്ത കളറിലായി വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. ഇതിങ്ങനെ മൂത്ത് വരുമ്പോഴേ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തീ ഓഫ് ചെയ്ത് എടുക്കാം. അപ്പോൾ തണുത്ത ശേഷം നിങ്ങൾ തലയിൽ തേക്കാം കേട്ടോ. എണ്ണ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചെറിയ ചൂട് തണുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ തലയിൽ തേച്ച് കൊടുക്കാമേ. കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് അരിച്ച് വയ്ക്കണം കേട്ടോ. അരിച്ച് വയ്ക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് എടുത്തൊന്നും തലയിൽ തേക്കാം കേട്ടോ. ഞാനിത് ചെറിയ ചൂടുണ്ട്. ചെറിയ ചൂട്, വലിയ ചൂടല്ല, ചെറിയ ചൂട്. അപ്പം നമുക്കിത് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ആദ്യം നമ്മുടെ തലയോട്ടിയിലാണ് കേട്ടോ തേച്ച് പിടിപ്പിക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ മുടിയിലൊക്കെ തേക്കാം. നമുക്ക് എണ്ണ തേക്കാം കേട്ടോ.
കണ്ടോ, തലയുടെ ഓട്ടിയിലോട്ട് നമ്മുടെ എണ്ണ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. നന്നായിട്ട് തേച്ചിട്ട് നല്ലൊരു കുളി, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തേച്ച് കുളിക്കാം.